ആ വോട്ടിൻ്റെ പാറ്റേണുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉറപ്പായിട്ട് ഞാൻ മറുപടി പറയാം. നൗഷാദ് അലി ഇതിനിടെ കൂടെ പിണറായി വിജയൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൊണ്ടൊട്ടിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ആ ചർച്ചയിലേക്ക് ഇപ്പോഴും ഞാനത് വലുതായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ ഒരു കരോൾ സംഘത്തെ ആക്രമിച്ചതിനകത്ത് CPIM എന്ന് എഴുതിയത് കൊണ്ടാണ് സംഘപരിവാറുകാരനെ ആക്രമിച്ചത് എന്ന കാര്യം മറക്കണ്ട. നമ്മൾ ഈ നടത്തുന്ന ചർച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന അതിക്രമത്തിനെതിരെയുള്ള പ്രതികരണമാണ്. കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ പിണറായി വിജയൻ്റെ സർക്കാർ വന്ന ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പിന്നെ കമ്മ്യൂണൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണൽ ഡൈനാമിക്സ് കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന് ഒരാൾക്ക് വിമർശനാത്മകമായി ഉപയോഗിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ ആ പോയിന്റ് നിർത്തുകയാണ്. നൗഷാദ് അലി എടുക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ മറുപടി പറയാം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കെന്നഡി പറയുന്നത്? കെന്നഡി അടിസ്ഥാനപരമായി നമ്മൾ ഈ പറയുന്ന പൊസിഷനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? അടി കിട്ടിയത് ശരിയോ തെറ്റോ? അടി ഇനിയും കിട്ടുമോ ഇല്ലയോ? അടി ഇനിയും മേടിക്കാൻ തയ്യാറാണോ അല്ലയോ? ഇങ്ങനെ തന്നെ തുടരുമോ? മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് തുറഞ്ഞല്ലോ, തുടരുമോ? ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഇന്നലെ കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ചതിൻ്റെ ബംഗ്ലാദേശിൽ ഏതാണ്ട് ചെയ്തതെന്നും പറഞ്ഞിവിടെ ബഹളമാണ്. നോക്കൂ, ആ കാര്യവും പറയാം. അവിടെയും ഒരു കാര്യം നടക്കാൻ പാടില്ല എന്ന് വേണേൽ പറയാം. നിങ്ങളുടെ മുന്നിലുള്ള ഒരു ചോദ്യത്തിന്, നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തിന് ഉത്തരം പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തിന് വലിയ പ്രസക്തി ഉണ്ടാകുന്നത്. കെന്നഡി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് എടുത്ത് പറയുന്നില്ല കേട്ടോ. അദ്ദേഹം ഒരു പൊസിഷനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ആ പേര് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. കെന്നഡി എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഈ പ്രശ്നം അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അനുഭവിക്കുന്ന സാധാരണ ക്രിസ്ത്യാനികൾക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നത്. ഇപ്പോൾ ബിഷപ്പിനെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ പരിപ്പുടൻ ചായം കൊടുക്കാൻ മന്ത്രിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ അമിക്കബിളി അത് സെറ്റിൽ ചെയ്ത് പോകും. ഞാൻ അതുകൊണ്ട് എനിക്ക് ബിഷപ്പ് എന്ന് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അച്ഛനും പട്ടക്കാരെയും ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ കേസിൽ പറഞ്ഞ നൺസിൻ്റെ കാര്യം പറഞ്ഞപ്പം നൺസിന് വേണ്ടി ആയതുകൊണ്ടാണ് ഇവിടെ ഉത്തരം ഒച്ച വെച്ചത്. സാധാരണ ഒരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിൽ അവിടെ കിടന്ന അയാൾ തൊഴിൽ വാങ്ങിച്ചേനേയും. ആർക്കാണ് സംശയം? എനിക്കൊരു സംശയമില്ല അജിംസെ. ഈ പറയുന്ന കെന്നഡി കരിമ്പുംകാല ഉൾപ്പെടെയുള്ള കെന്നഡിയും കരിമ്പുംകാല വ്യക്തിയല്ല, കേരളത്തിൽ ഇതേ രീതിയിൽ സംഘപരിവാർ വലിയ രീതിയിൽ ഇവർ പറയുന്ന രീതിയിൽ പുഷ്പിച്ച് വളരുകയാണെങ്കിൽ ഇവരും തൊഴിൽ വാങ്ങിക്കും. എനിക്ക് ഒരു സംശയമില്ല അക്കാര്യത്തിൽ.